കുറേ നേരമായി പറയുന്നു എന്താണ് കോപ്പറേറ്റീവ് ക്ലസ്റ്റർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലെവൽ ഓഫ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സോ കോപ്പറേറ്റീവ് ലെവൽ ഓഫ് കോപ്പറേറ്റീവ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തുള്ള സറൗണ്ടിങ്സിലുള്ള 500 to 1000 ഫാമിലീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ ആണ് ഈ കോപ്പറേറ്റീവ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാ ഈ കോപ്പറേറ്റീവ് ക്ലസ്റ്ററിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇപ്പോൾ നമ്മൾ എല്ലാ മെമ്പേഴ്സിനും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കാണ് ഈ ഒരു സിസ്റ്റം കൂടുതലായിട്ടും എന്താ പറയുക ഇതിലുള്ള ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ നമ്മൾ അതിൽ മെമ്പേഴ്സ് നോക്കുമ്പോൾ അറൗണ്ട് 6 to 8 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഒരു ക്ലസ്റ്ററിൽ മേ ബി അപ്രോക്സിമേറ്റ്ലി 1 lakh ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ 1 lakh ഇൻഡിവിജ്വൽസ് ആയിരിക്കും അതിൻ്റെ മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് മേ ബി കുറവാവാം ചിലപ്പോൾ കൂടുതലാവാം. ഇതിൽ മെമ്പേഴ്സ് ഇപ്പം ഏത് എക്കണോമിക്കലി ഏത് സ്റ്റേജിലുള്ള, അതായത് റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും മിഡിൽ ആണെങ്കിലും എല്ലാ മെമ്പേഴ്സിനും, അതേപോലെ തന്നെ അവരുടെ കാസ്റ്റ്, കളർ, ജെൻഡർ, ബാക്ക്ഗ്രൗണ്ട് എന്നീ എല്ലാ കാര്യങ്ങളും ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദീസ് ക്രൈറ്റീരിയാസ് ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള പ്രിവിലേജസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഈക്വലി ആയിരിക്കും എല്ലാവർക്കും ഇതിലത്തെ എന്താ പറയുക ഷെയർ അല്ലെങ്കിൽ അതിലെ റൈറ്റ്സും പവേഴ്സും എല്ലാം എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് മോഡ് ഓഫ് ഫിനാൻസിങ് ബൈ ദ ബാങ്ക്. ഇറ്റ്സ് ബിക്കോസ് ഒരു കോപ്പറേറ്റീവിന് ഒരു ബാങ്ക് അനുവദിക്കുന്ന ലോൺ എന്ന് പറയുന്നത് മേ ബി 5,000 crore അങ്ങനെയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഇത് വേറൊരു അതായത് അയാൾക്ക് നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാൾ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ, അതായത് ഇയാൾക്ക് ഈ മണി കൊണ്ട് എന്താ പറയുക പോസിറ്റീവ് മാത്രമായിരിക്കും അതിൻ്റെ ബെനിഫിറ്റിന് ഒരിക്കലും ബാങ്കിനെ അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിന് കാട്ടി നമ്മൾ ഇങ്ങനെ ഒരു ക്ലസ്റ്ററുകൾക്ക് ബാങ്ക് ലോൺ അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് SHC ദാറ്റ് ഈസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHG. അപ്പം ഈ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിന് മൊത്തമായിട്ടാണ് എന്താ പറയുക ലോൺ അനുവദിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരിക്കലും എല്ലാ ഗ്രൂപ്പുകാരും നഷ്ടത്തിലായി കഴിഞ്ഞ് വെച്ചാൽ എല്ലാവരും കൂടെ നാട് വിട്ട് പോവുകയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല. സോ ദിസ് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് മോഡ് ഓഫ് ഫിനാൻസിങ് ബൈ ദിസ് ബാങ്ക്. ഇതും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊവിഷൻ തന്നെയാണ്. ആസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലെ എല്ലാ മെമ്പേഴ്സും ഇതിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഷെയർ ഹോൾഡേഴ്സാണ്. സോ ദിസ് ഈസ് അപ്പം എല്ലാവർക്കും സെയിം പ്രിവിലേജസ് ആയിരിക്കും, സെയിം റൈറ്റ്സ് ആയിരിക്കും, എല്ലാവർക്കും സെയിം റൂൾസ് തന്നെയായിരിക്കും. going to change the society into clusters. സോ നമുക്കിപ്പോൾ എത്രയാണോ ആ കൺട്രിയുടെ പോപ്പുലേഷൻ, നമ്മളുടെ ഇന്ത്യയിൽ ആ പോപ്പുലേഷനെ നമ്മൾ ക്ലസ്റ്റേഴ്സായി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കോപ്പറേറ്റീവ് ക്ലസ്റ്റർ ആക്കി മാറ്റുന്നു. സോ ഇതാണ് ഇതിൽ ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് പ്രോമിസസ് മിനിമം എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി. സോ ഇതിലുള്ള എല്ലാ ആളുകൾക്കും, ഇതിലിപ്പോൾ മുതിർന്ന ആളുകളായാലും ഏറ്റവും കുഞ്ഞിതായ കുട്ടികളായാലും ബോയ്സ് ആയാലും ഗേൾസ് ആയാലും വുമൺ ആയാലും മെൻ ആയാലും എല്ലാവർക്കും ഒരു എംപ്ലോയ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. സോ നമുക്കിപ്പം ഇൻക്രീസ് എന്താ പറയുക ഓൾഡ് ഏജ് ഹോം കൂടി വരികയാണ്. കാരണം നമുക്ക് നമ്മളുടെ ജോലി സംബന്ധമായ ഇത് കാരണം അമ്മമാരെയും അച്ഛന്മാരെയും നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി അവരെ ആക്കുന്നു. ആൻഡ് ഫോർ അതർ റീസൺസ് വി ആർ ഓൾസോ കമ്മിറ്റിംഗ് ദം ടു ഓൾഡ് ഏജ് ഹോം. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു ബാധ്യതയായി തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ ഈ ക്ലസ്റ്ററിൻ്റെ ഹെഡ് അല്ലെങ്കിൽ സീനിയർ പൊസിഷൻ കൊടുക്കുന്നത് ഒരു മേജർ ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഹയസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് സീനിയർ സിറ്റിസൻസിന് തന്നെയാണ്. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടെ ലൈഫ് അറിഞ്ഞ ആൾക്കാരാണ്, അവർക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ലൈഫിൽ. സോ ദേ ക്യാൻ ഗിവ് അസ് ലൈഫ് മോറൽസ് ഓഫ് ലൈഫ് ആൻഡ് ദേ ക്യാൻ ഗിവ് അസ് ദേ വിൽ ബി എ ടോർച്ച് ലൈറ്റ് ഫോർ അവർ വേ ആൻഡ് ദേ വിൽ ഗൈഡ് ദ ക്ലസ്റ്റർ. അവരിപ്പം ട്രേഡിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റിയിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള സാധ്യതകളും അതിൽ എങ്ങനെയാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മേ ബി അവർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ അതിലെങ്ങനെ അവർക്ക് പ്രോഫിറ്റ് നേടാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല എന്താ പറയുക ബോധ്യം ഉണ്ടാകും. അതുകൊണ്ട് അവരോട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു വാല്യൂ കൂടുകയും ചെയ്യും. ആൻഡ് ദേ ക്യാൻ യൂട്ടിലൈസ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഫോർ ദ യൂത്ത്. സോ അവരുടെ ആ ഒരു അറിവുകൾ അവരുടെ ആ ലൈഫ് കൊണ്ട് നേടിയെടുത്ത ആ അറിവുകളെല്ലാം ന്യൂ യൂത്തിനും ന്യൂ ജനറേഷനും പുതിയ ജനറേഷന് കൊടുക്കാൻ സാധിക്കും.
പിന്നെ നമ്മളുടെ പോപ്പുലേഷനിൽ നമ്മൾ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷനിൽ വർക്കിംഗ് ആയിട്ടും നോട്ട് വർക്കിംഗ് ആയിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടും നോട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമൻ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് വീട്ടിൽ ജോലി ചെയ്തും മക്കളെ നോക്കിയും കുടുംബം നോക്കിയും ജീവിക്കേണ്ട ആളുകളല്ല. ഇവർക്കും എന്താ പറയുക, ബോയ്സിനെ പോലെ മെന്നിനെ പോലെ ജോലി ചെയ്ത് അവർക്ക് എത്ര സാധ്യതകളുണ്ടോ അത്രയും സാധ്യതകളുള്ള ഒരു ജെൻഡർ ആണ് വുമൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം ഇവർക്ക് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസൊക്കെ റൺ ചെയ്യാൻ പറ്റും. വീട്ടിൽ തന്നെ യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ വീടുകളും നമ്മളൊരു യൂണിറ്റായിട്ട് ഒരു പ്രോസസ്സിങ് യൂണിറ്റായി മാറ്റി അതിൽ ഓരോ ആൾക്കാർക്കും ഓരോ ജോലി, ചിലവർ ഫുഡ് വെയർസ് ആയിരിക്കാം, ചിലവർ ക്ലോത്ത്സ് ആയിരിക്കാം, അങ്ങനെ ഓരോ ജോലികളും ഓരോ ആൾക്കാരെ ഏറ്റെടുക്കാം. ആൻഡ് അഗ്രികൾച്ചറിന് തന്നെ ഒരുപാട് സ്കോപ്പുകളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഗ്രേറിയൻ കൺട്രിയാണ്. ആൻഡ് നമ്മൾ അഗ്രികൾച്ചറിൽ ഒരുപാട് നമ്മൾ ഒരുപാട് അങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയുന്നത് ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ചേഞ്ചസും ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റും റെവല്യൂഷൻസ് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു യൂത്താണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഓരോ ടെക്നോളജീസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ടെക്നോളജീസ് എല്ലാം ഓരോ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലും യൂസ് ചെയ്ത് വുമൺ ദേ ക്യാൻ അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അവർക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനത്തെ ഒരു ക്ലസ്റ്ററിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കുട്ടികളായാലും അവർക്ക് ഇനി ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസിൽ ചെയ്യുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് ചൈൽഡ് ലേബർ ഓർ ബീഗർ, അതൊന്നുമല്ല. പക്ഷെ അവർക്ക് ഒരു ലൈഫ് ട്രെയിനിങ് കോഴ്സ് ആയിരിക്കും ഈ ക്ലസ്റ്ററിൽ. കാരണം അവരുടെ അമ്മയും അച്ഛനും ചെയ്യുന്ന ഓരോ ജോലിയിൽ നിന്ന് അവർക്ക് ഒരുപാട് പോയിന്റ്സ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ മേക്ക് ദെയർ ഓൺ പോയിന്റ്സ്. അപ്പോൾ അവർക്ക് ലൈഫിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാനും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഇപ്പം ഈ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഇതിലിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ജിയോഗ്രഫിക്കലായിട്ടുള്ള പെക്യുലാരിറ്റീസും ഡിവിഷൻസും ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആലപ്പുഴയിൽ കൂടുതലും ടൂറിസം അതേപോലെ തന്നെ ഫിഷറീസിനൊക്കെയാണ് കൂടുതൽ സ്കോപ്പ്. മേ ബി കുറേ ഉണ്ട്, എനിക്കറിയുന്ന കുറച്ച് ഇതാണ് ഫിഷറീസ്, ടൂറിസം ആൻഡ് ഒരുപാട് സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. സോ അവിടെ അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആളുകൾക്ക് അവിടെ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ടൂറിസം നീതി ആയോഗിൻ്റെ ഓരോ സ്കീമല്ല അവരുടെ ഒരു റിസർച്ച് അനുസരിച്ചിട്ട് ടൂറിസത്തിലൂടെ എത്രയോ ലാക്ക് ഓഫ് പീപ്പിളിനാണ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം എടുക്കുകയാണെങ്കിൽ വയനാട് എടുക്കുകയാണെങ്കിൽ അവിടെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അതേപോലെ തന്നെ കായം അങ്ങനെ അവിടെ മാത്രം ഉണ്ടാകുന്ന കുറേ ക്രോപ്സുകളുണ്ട്. സോ അതിന് ബേസ് ചെയ്തിട്ട് അതിന് അഗ്രികൾച്ചറിന് അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ അങ്ങനത്തെ ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും അവിടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. വേറൊരു സ്ഥലം എടുക്കുകയാണെങ്കിൽ പാലക്കാട് നോക്കുകയാണെങ്കിൽ അവിടെ അഗ്രികൾച്ചറിന് നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലമാണ്. സോ എല്ലാവരും ഇങ്ങനെ പുതിയ അഗ്രികൾച്ചർ ഇപ്പം വെർട്ടിക്കൽ ഫാമിംഗ് എന്നൊക്കെ പറയുന്ന പുതിയ ടൈപ്പ് ഓഫ് ഫാമിങ്സൊക്കെ വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ മഞ്ജു ചേച്ചി അവിടെ ചെയ്തിട്ടുള്ള ഓരോ ടെറസ് ഫാമിംഗ് ഒക്കെ ചെയ്തപോലെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അഗ്രികൾച്ചറിൽ തന്നെ കൂടുതലും നമുക്ക് മുന്നേറാൻ പറ്റും. ആൻഡ് ഓൾസോ അതർ എംപ്ലോയ്മെൻറ്റ് ആക്ടിവിറ്റീസും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ വേറൊരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു നല്ല അതായത് നമ്മൾ ഇനി ചെയ്യണം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മേക്കിംഗ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. സോ നമുക്ക് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ആൻഡ് ഈവൻ ഇതിപ്പോൾ സർപ്ലസ് ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറ്റുള്ള രാജ്യങ്ങൾക്കും കൊടുക്കാം. ചൈനയിൽ അവർ ലോകത്തിലെ തന്നെ മാനുഫാക്ചറിങ് ഹബ് ഓഫ് വേൾഡ് എന്നാണ് ചൈനയെ അറിയപ്പെടുന്നത്. അവിടെ പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് അല്ല അവർ, പക്ഷേ അവർ ലോകത്തിൽ മുന്നേറുന്നുണ്ടേ. നമുക്ക് ആ സ്ഥാനത്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള യൂത്താണുള്ളത്. സോ നമുക്ക് ഒരുപാട് പുതിയ ഇൻവെൻഷൻസും ഡിസ്കവറീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് നമുക്ക് തന്നെ ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് വെയർസ്, ക്ലോത്ത്സ്, ബാഗ്സ്, പിന്നെ ഗ്രെയിൻസ് ആൻഡ് അഗ്രികൾച്ചറലി ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദനം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി പ്രോഫിറ്റബിൾ ആൻഡ് ഇറ്റ് വുഡ് ബി എ വെരി ഗുഡ് ഐഡിയ. ഈ ഒരു സിസ്റ്റത്തിൽ everyone can have a share but no one can hold money.
സോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മൾ ഹാർട്ടാണ് നമ്മളുടെ ലൈഫ് സേവിങ് മെഷീൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ ബോഡി സർവൈവ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. അതേപോലെ തന്നെയാണ് ഒരു കൺട്രിയുടെ എക്കോണമി സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക്, നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്കാണ് നമ്മളുടെ ഹാർട്ടായിട്ട് കരുതുകയാണെങ്കിൽ മണിയാണ് നമ്മളുടെ സർക്കുലേഷൻ. സോ നമ്മളുടെ എക്കോണമി അലൈവായിരിക്കുന്നത് സർവൈവ് ചെയ്യുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സർക്കുലേഷൻ ഓഫ് മണി. പക്ഷെ നമ്മളുടെ ബോഡിക്ക് ഒരിക്കലും ക്ലോട്ട് ആയിട്ടുള്ള ബ്ലഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മളുടെ എക്കണോമിയിലുള്ള ബ്ലാക്ക് മണി. സോ നമുക്കിപ്പോൾ നമ്മളുടെ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് എന്താ പറയുക, എക്സ്ട്രാ ഇനിയിപ്പോൾ ലോണോ അല്ലെങ്കിൽ ഒരു ഫണ്ടോ ഇനി ഗവൺമെൻറ്റിൽ നമ്മൾ ഫർദർ ടാക്സ് ഒന്നും ഇനി പിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇതിനൊരു കോമഡി ആയിട്ടുള്ളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഷുഗർ കെയിൻ, ലൈക്ക് ഷുഗർ കെയിൻ നമ്മൾ 2-3 പ്രാവശ്യം അടിക്കുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ജ്യൂസ് കിട്ടും. പിന്നെ ഒരു ചണ്ടി പരുവത്തിലുണ്ടാവുക. അതുപോലെയാണ് ഇപ്പോൾ സൊസൈറ്റി നിൽക്കുന്നത്. ഇനിയും ഫർദറായിട്ട് ടാക്സ് ഒക്കെ ഗവൺമെൻറ് പിരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ ചണ്ടിയിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് ഉണ്ടല്ലോ അതുപോലെ പിഴിഞ്ഞെടുത്ത് കിട്ടുന്ന പൈസയൊക്കെ ആയിരിക്കും ഈ ഗവൺമെൻറ്റിന് പീപ്പിളിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. സോ അത്രയ്ക്കും ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ആൻഡ് ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇനി എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഭാവിയോടുള്ള പേടി, കോവിഡിനോടുള്ള പേടി, ജീവനോടുള്ള പേടി, ആൻഡ് എല്ലാവർക്കും ഡിപ്രഷൻസ് ആൻഡ് ഇപ്പോൾ കൂടുതലും ആളുകൾ സൈക്കാട്രിസ്റ്റിനെയും അതേപോലെ തന്നെ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ മെഡിക്കൽ ഫീൽഡിലൊക്കെയാണ് കൂടുതലും ഇപ്പം ക്ലയൻസ് ഉള്ളതെന്നാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിലൊക്കെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഇനി ഈ കോവിഡൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും നമ്മൾ എക്കോണമി ഇനി ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുകയാണ്. അപ്പം നമുക്ക് സ്വിസ് ബാങ്കിലുള്ള മണിയും അതേപോലെ ഈ ബ്ലാക്ക് മണിയൊക്കെ നമ്മൾ ഈ പാർട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് വുഡ് ബി വെരി ബെനിഫിഷ്യൽ. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഫ്യൂവൽ കിട്ടിയ പോലെ ആയിരിക്കും ഇത്. സോ ദാറ്റ് ഈസ് ആൻഡ് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോളിയം പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലും നമ്മളുടെ പൈസ നമ്മൾ ചിലവാക്കുന്നത്. സോ അതിന് പകരം നമ്മൾ ഇവിടെയുള്ള നിലവിലുള്ള വെഹിക്കിൾസിനെല്ലാം ഇലക്ട്രിക്കിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് ആ ഇമ്പോർട്ട് ചെയ്യുന്ന ക്യാഷും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ഹൈഡ്രോ ഇലക്ട്രിക് ആയിട്ടുള്ള പവറാണ് യൂസ് ചെയ്യുന്നത്. നാഷണൽ ഗ്രിഡിൽ നിന്നാണ് ഹൗസസ് ഇലക്ട്രിസിറ്റി എടുക്കുന്നത്. ബട്ട് അതിലൊരു ചേഞ്ച് വരുത്തി എല്ലാ വീടുകളിലും സോളാർ പാനൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളാർ പാനലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നാഷണൽ ഗ്രിഡിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന പോലെയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് വെഹിക്കിൾസിനൊക്കെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ ദിസ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ലോക്ക്ഡൗൺ സമയത്ത് നമ്മളുടെ എല്ലാ കുടുംബങ്ങളും മുന്നോട്ട് ഇനി എങ്ങനെ ജീവിതം കൊണ്ടുപോകണം എന്ന് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലുള്ളത്. ഓരോ ആൾക്കാരും എല്ലാ ആളുകളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്. അപ്പം ഈ ഒരു ദിവസം അവർക്ക് കഴിക്കാനും ഒക്കെ എല്ലാത്തിനും കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ബാങ്കുകൾക്ക് ഓരോ ഫാമിലി മെമ്പേഴ്സിനും ഒരു മാസം 10,000 രൂപ വെച്ച് ലോൺ കൊടുക്കുകയാണെങ്കിൽ, ഒരു പേഴ്സണൽ ഗ്യാരണ്ടീൻ്റെ ലോൺ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറേ പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് വേണ്ടെന്നുള്ളവർക്ക് വേണ്ട, പക്ഷേ ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ നമ്മൾ 10 മാസം ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് ഒരു 10 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ എക്കണോമിക് സിറ്റുവേഷൻസൊക്കെ മാറും. അപ്പോൾ ആ സമയത്ത് മാറുന്ന സമയത്ത് ഇത് അതിന് ഇൻട്രസ്റ്റ് സഹിതം ആ എടുത്ത ആൾക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണെങ്കിൽ വളരെ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് ഇതിൽ തീരുമാനം എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐഡിയ ആണ് ഈ ലോക്ക്ഡൗൺ ലോൺ എന്ന് പറയുന്നത്.